ഇത്ര പൊക്കം വെച്ചോ? I can't believe this. കുറെ നാള് കഴിഞ്ഞ വന്ന കാരണം റെസ്പെക്ട് കൊണ്ട് എഴുന്നേറ്റ് വന്നാ ഞങ്ങളൊക്കെ. ഞാനിവിടെ ഒന്നും പിടികിട്ടാതിരിക്കുക. അമ്മൂമ്മക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു. അമ്മൂമ്മക്കുട്ടി ഓർമ്മയുണ്ടോ ഇപ്പഴേ പേര്? ഒരുപാട് ഓർമ്മയുണ്ട്. എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു. പൊക്കം വെച്ച് ഭയങ്കര സുന്ദരിയായല്ലോ. താങ്ക് യു. വെരി നൈസ്, വെരി നൈസ്. ഇപ്പൊ ഹൈദരാബാദിലാണോ തൃപ്പൂണിത്തുറയാണോ? അല്ല, തൃപ്പൂണിത്തുറ തന്നെ. ഇവിടെ സെറ്റിലായി. വെരി ഗുഡ്. നമ്മ ഊരിലെ ഇருக்கு. അതെ. അമ്മയെ കണ്ടോ? അച്ഛൻ എന്താ പറയുന്നു? അച്ഛൻ ദുബായിൽ തന്നെ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എല്ലാം സുഖമായിട്ട് പോകുന്നു. പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് നന്നായിട്ട് പോകുന്നു. ഈ തവണ സ്റ്റേറ്റില് CBSE കലോത്സവത്തിന് ക്ലാസിക്കലിന് സെക്കൻഡ്, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. ബെസ്റ്റ്. ബെസ്റ്റ് കണ്ടാ ബെസ്റ്റ്. നന്നായിട്ട് പോട്ടെ. അല്ല ഞാൻ ഇരിക്കാം. ഞാൻ എന്റെ മകൾ വരുന്ന കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ അടിച്ചു. ഞാൻ വിചാരിച്ചു ആളറിയാതെ ബഹുമാനിച്ചാണ്. മകൾ പോയി. എടാ ഞങ്ങൾ കൊറേ മക്കളുണ്ട് സീസൺ 1 നിന്നെ പോലെ കുരുത്തം കെട്ടുന്നങ്ങളൊന്നും അല്ലായിരുന്നു ഞങ്ങള്. ജഗത് കിഷോർ ചന്ദ്രശേഖരനാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടാ. അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? കാത്തിരുന്ന പെണ്ണല്ലേ. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെ ആയില്ലേ അല്ലെ? ബ്യൂട്ടിഫുൾ സോങ്. ആ പെണ്ണാണോ തൊട്ടടുത്ത് നിൽക്കുന്നത്? ഞങ്ങള് കാത്തിരുന്ന പെണ്ണാണ്. വൈഷ്ണവിക്കുട്ടിനെ കാണാൻ നമ്മള് കാത്തിരുന്നു. അതെ. അപ്പൊ ഡീറ്റെയിൽസ് പറയട്ടെ. അലക്സ് പോൾ മ്യൂസിക്, അത് മനസ്സിലായി. ഇത് പാടിയിരിക്കുന്നത് ദേവാനന്ദ് സാറും ജോസ്ന മാമും. ഓക്കെ. സിനിമ ഏതാണ്? ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ്. ഇത് മീറ്റ്സ്. പിന്നെ വർഷം 2006. ലിറിക്സ് ശരത് വയലാർ സാർ. അതെ, ശരത്തിന്റെ പാട്ടാണ്. അപ്പൊ ജഗജാല ഖിലാടി നന്നായിട്ട് പാടണേ. ഓക്കെ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഗീതം മനോഹരി രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ കണ്ടേ ഇണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓവൽ ചുണ്ടിൽ മുടം കണ്ടു മോളി പൊന്നെ മനസ്സിന്റെ ഉരികളിലൂടെ സുഗനവഗീതം പകരാനില്ല കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ മുള്ളുപോലെ നൊന്തില്ലേ നോവിലിന്നു തേനല്ലേ വൈകി വന്ന രാവല്ലേ രാവിനെന്തു കുളിരല്ലേ ഉള്ളിലുള്ള പ്രണയം തീയല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ ഗോരി 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 അതെന്തായിരുന്നു സംഭവം? ഒരു വാൽ കഷ്ണം. അതെ കൊള്ളാം കേട്ടോ, അതില് വേറിട്ട ശബ്ദമായിട്ടുണ്ട്. അതെ അതെ അതെ. യാസിന്റെ ബേസ് ശരിക്ക് രജിസ്റ്റർ ചെയ്യണം. അതെ അതെ അതെ. അത് ഈ പാട്ടിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. സാധാരണ ബേസ് അങ്ങനെ കേക്കില്ല, ഇത് വളരെ ഓബ്വിയസ് ആയിട്ട് കേക്ക്. അതെ അതെ അതെ. വൈഷ്ണവിക്കുട്ടി, എന്താ സർ? സത്യത്തില് എനിക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല, കാരണം അത്രയും അധികം സന്തോഷാണ് വൈഷ്ണവിക്കുട്ടി വീണ്ടും കാണാനായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. ആ ഒരു ഫസ്റ്റ് സീസണിൽ എത്ര അധികം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചെന്ന് എനിക്ക് പോലും ചിലപ്പോൾ ഈ നിമിഷങ്ങളിലായിരിക്കും മനസ്സിലാവുന്നത്. കൂടുതൽ അത്രയും ഡീപ്പാണ് ഓരോ പാട്ടുകൾ, ഇവർ പാടുന്ന ഓരോ പാട്ടുകൾ മധുവിനറിയാം. അതെ അതെ. ഓരോ പാട്ടുകൾ പാടാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. അതെ, നമുക്കെല്ലാം അറിയാല്ലേ. നമ്മള് എത്രത്തോളം നമ്മളിങ്ങനെ കരുതി നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. വൈഷ്ണവി പ്രത്യേകിച്ചും ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ മടിയിലിരുന്ന് പാടിയ ആ ഒരു പാട്ടാണ് എൻ പൂവേ പൊൻപൂവേ രാരീരാരം പൂവേ എന്നുള്ളത്. സത്യത്തിലൊന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ പാട്ടിലൂടെ ഈശ്വരനെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. ഒരു വാക്കുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വൈഷ്ണവിക്കുട്ടി വലിയൊരു പാട്ടുകാരിയാകുമ്പോ ഞാൻ അന്നും ജീവിച്ചിരിക്കണമെന്ന് ഞാൻ അത് അന്ന് പാടിയത് അൺബിലീവബിൾ ആണ്. ഇവിടെ ഇപ്പോ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ദിയക്കുട്ടി പാടിയപ്പോ ഞാൻ വൈഷ്ണവിക്കുട്ടിയെ പറ്റി ആലോചിച്ചു. ആ ഒരു പെർഫെക്ഷനിൽ വരുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ വലിയ കുട്ടി ആയതിനു ശേഷം
അങ്കിളിന് കേൾക്കാനായിട്ടുള്ള ഒരു കുട്ടിയായി ശബ്ദം ഭാഗ്യമുണ്ട്. മാറി. ആ. പണ്ടത്തെ ശബ്ദമല്ല ഇപ്പൊ. പണ്ടത്തെ ശബ്ദമല്ല. പിന്നെ കുറച്ചും കൂടെ അതിൽ മെച്ചൂരിറ്റി വന്ന്, ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ, നമ്മൾ മുകളിലോട്ട് പോകുന്തോറും അങ്ങനെയാണല്ലോ. ഇനിയിപ്പോ പ്രൈസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സർ. അപ്പൊ ജഗത്തൂട്ടൻ ഇന്ന് ഭാഗ്യമാണ് കേട്ടോ വൈഷ്ണവി കുട്ടിയോടെ പാടാനായിട്ട്. അത് മാത്രമല്ല വൈഷ്ണവി കുട്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു സർ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടി, ഷെയർ ചെയ്ത് പാടി, അതൊക്കെ വളരെ നന്നായിരുന്നു. അതെ. ജഗത്തൂട്ടൻ ടെമ്പോ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വലിഞ്ഞ പോലെ തോന്നി അനുപല്ലവിയില്. അത് എങ്ങനെ ആണ് വരുന്നത്? അടക്കത്തിലെങ്കിലും ചുമ്മാ ഒന്ന് പറയാമോ? പിണക്കം മറന്നിടാൻ ഇണക്കത്തിലാകുവാൻ ലാ സമത്തിലല്ലേ? ഇണക്കത്തിലാകുവാൻ. ഇണക്കത്തിലാകുവാൻ ഉം. കൊതിക്കുമ്പിളും നിറച്ചെപ്പോഴും വലം വച്ചു നിന്നെ ഞാൻ. കൊതിക്കുമ്പോഴും അല്ലേ? ഇതിങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യം ആ സിങ്കപ്പേഷനിൽ കറക്റ്റായിട്ട് കോൺടൈസ്ഡ് ആയിട്ട് പാടണം. കോൺടൈസ് എന്ന് പറഞ്ഞാൽ കൃത്യതയിൽ അത് വരണം. ആ താളഘടനയിൽ എവിടെയൊക്കെയാണോ ഏതൊക്കെ വരേണ്ടത് അതുപോലെ വന്നാലേ അത് നന്നായിട്ട് ധ്വനിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഞാൻ ആഹാ എന്ന് പറയുള്ളൂ. അപ്പൊ ഇനിയിപ്പോ പാടി കേൾപ്പിക്കണം. ഇതിന്റെ എത്രയാണ് വിശ്രമം? തക്കിട്ട്. അത് തകയാണോ തകിടയാണോ? തകിടയാണ്. അപ്പൊ തകിട കറക്റ്റ് ആയിട്ട് വെക്കണം. ഓക്കെ. പിണക്കം മറന്നിടാൻ ഇണക്കത്തിലാകുവാൻ കൊതിക്കുമ്പിളും കൊതിക്കുമ്പോ മുകളിൽ പിച്ച്. കൊതിക്കുമ്പിളും നിറച്ചെപ്പോഴും വലം വച്ചു നിന്നെ ഞാൻ. ഇപ്പൊ ശ്രുതിയും നേരത്തെ ശ്രുതി ഏകദേശം ഒക്കെ ചേർന്നില്ല. അതെ, അതെ. ഇപ്പൊ ശ്രുതിയും കൂടെ കുറച്ച്. അപ്പൊ താളവും ശ്രുതിയും കൂടെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ? സാരല്ലേടേ. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ചില പാമകരേ സരിസ അല്ലേ? കാത്തിരുന്ന പെണ്ണല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ. കാലമേറെ പാമകരേ സരിസ. അത് കറക്റ്റ് ഇടയ്ക്ക് അനുപല്ലവി കഴിഞ്ഞ് വന്നപ്പോഴാണ് അവിടെ ചേരാതെ വന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണേ മക്കളെ. ജഗത്തൂട്ടാ എന്തോന്നടേ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ലിപ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്നപ്പോഴത്തേക്കും എന്തോ ഒരു എന്തരോ അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ. ജഗത് വാട്ട് എ മൊമെന്റ്. താങ്ക് യു വൈഷ്ണവ് കുട്ടി. താങ്ക് യു സർ. ജഗത് കിഷോർ എന്തോ ആർക്ക് പറയട്ടെ. ആ. ഇന്ന് മോനെ കുറച്ച് വയ്യായൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ഉദ്ദേശിച്ച ഒരു സ്റ്റാൻഡേർഡ് എത്തിയില്ല. പക്ഷെ വൈഷ്ണവി വാസ് ഓഫ് ഗുഡ് സപ്പോർട്ട് ടു ഹിം. ബട്ട് ഇന്നത്തെ മാർക്ക് മോനെ 96 ഔട്ട് ഓഫ് 100. താങ്ക് യു. ജഗത് സർ അടുത്ത പ്രാവശ്യം പൊളിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വൈഷ്ണവി കുട്ടി, ബൈ. താങ്ക് യു. ഹെൽത്ത് നല്ല നോക്കാം മോനെ. ഓക്കെ.